നിർത്ത്. അതെ, ആ പേപ്പർ എടുത്തേ. ബോസ്, എത്ര പോലീസുകാർ അവിടെ നിൽക്കുന്നത്? നമ്മൾ എങ്ങനെ രത്നങ്ങൾ മോഷ്ടിക്കും? ഈ ഖൂംഖാർ സിംഗിനെ പിടിക്കുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് ഫണ്ടൂഷ് നഗറിൽ നിന്നും രത്നങ്ങൾ മോഷ്ടിക്കാം. അത് മറ്റാർക്കും അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. വെരി ഗുഡ് ഐഡിയ. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടേക്ക്. വണ്ടി എടുത്തേ, പേപ്പർ കാണിക്കേ. എടോ ഒലക്കയുടെ മൂട് കണാരാ, ബ്രേക്ക് ചവിട്ടടാ, ബ്രേക്ക് ചവിട്ട്. ഇതാണ് കുപ്രസിദ്ധ കുറ്റവാളി ഖൂംഖാർ സിംഗ്. ഇവനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊള്ളാം, ശരിക്കും ഫിലിം എൻട്രി ആണല്ലോ. കള്ളൻ സമീപത്ത്, പക്ഷെ അന്വേഷണം നാട് മുഴുവൻ. എവിടെയാണോ സമീപത്ത് കള്ളനുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയണോ. നിയമത്തിന്റെ പിടിയിൽ നിന്നും പോലീസ് മഠത്തിന്റെ തൊഴിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതെ പോലീസ് മാഡം, ഞാൻ പറഞ്ഞതിനർത്ഥം ഇങ്ങനെ നഗരത്തിലങ്ങ് വാർത്ത പ്രചരിപ്പിച്ചാൽ, അതായത് ഖൂംഖാർ സിംഗിനെ അന്വേഷിക്കുകയാണെന്ന് അറിഞ്ഞാൽ അയാൾ സമീപത്തുണ്ടായിരുന്നുവെങ്കിൽ പോലും ഓടി രക്ഷപ്പെട്ട് കളയും മാഡം. എന്ത് കോപ്പാടെ താൻ കൈയും ചൂണ്ടിക്കൊണ്ട് കാണിക്കുന്നത്? മാഡം കൊള്ളാം, മാഡത്തിന്റെ എൻട്രി കാലക്കിട്ടുണ്ട്. എന്തൊരു ഡയലോഗ് ഡെലിവറി, പിന്നെ ഫേസും കിടലൻ. ശരിക്കും പെർഫെക്റ്റ് ആണെന്ന് പറയാം. ഇത്തരം ഒരു കോമ്പിനേഷൻ വളരെ അപൂർവമായിരിക്കും. സോറി മാഡം, ഇദ്ദേഹമാണ് സുപ്രസിദ്ധനായ ഡയറക്ടർ KS. പിന്നെ ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ പറയുന്നത്? ഞങ്ങൾ ഒരു കള്ളന്റെ കഥയാണ് ഫിലിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊരു ഹീറോയിന്റെ റോൾ ഉണ്ട്. മാഡം, നിങ്ങൾ ഞങ്ങളുടെ സിനിമയിൽ ഹീറോയിന്റെ റോൾ ചെയ്യാൻ തയ്യാറാണോ? താൻ എന്നോട് എന്താടാ ചോദിച്ചത്? എന്തൊരു ഭാവം, സ്റ്റൈലും ഉഗ്രൻ, എല്ലാം ഒരു ഹീറോയിന് വേണ്ടത് തന്നെ. പ്ലീസ് പ്ലീസ് മാഡം, ഇതിന് സമ്മതിച്ചേ പറ്റൂ, പ്ലീസ്. എന്നാ ശരി, സമ്മതിച്ചിരിക്കുന്നു. താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എവിടെയാ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു? നാളെ കാലത്ത് 10 മണിക്ക് ഹൈവേയിൽ വെച്ച്. അമ്മാവ ഇത് കണ്ടോ? നമ്മുടെ നഗരത്തിൽ ഏതോ ഭീകരനായ കുറ്റവാളി വന്നിട്ടുണ്ട്. നമ്മൾ അല്പം കൂടെ സൂക്ഷിക്കണം. എന്റെ അനന്തരവാ, നമുക്ക് ആദ്യം ഭക്ഷണം കഴിക്കാം. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അത് കഴിഞ്ഞ് കള്ളനെ പിടിക്കാം. ഇവരാണ് അമ്മാവനും അനന്തരവനും. ഇവരുടെ കണ്ണിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇവരെയും നമ്മുടെ വലയിൽ വീഴ്ത്തേണ്ടി വരും. സുഹൃത്തുക്കളെ, ഞാനാണ് ഗോമസൻ, പ്രൊഡ്യൂസർ. പിന്നെ ഇദ്ദേഹമാണ് എന്റെ ഡയറക്ടർ KS. ഞങ്ങൾ ഇവിടെ ഒരു ഫിലിമിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് വന്നത്. ചാൻസ് കൊടുക്കാനും താല്പര്യമുണ്ട്. ആർക്കെങ്കിലും ആക്ടിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് കോണ്ടാക്ട്. അതെ സാറേ, ഞാൻ ആക്ടിങ് ചെയ്തോളാം സാറേ. പിന്നെ ഞാൻ A1 ഡിറ്റക്റ്റീവ് ഏജൻസിയിൽ ജോലി ചെയ്യുകയാണ്. കുറ്റാന്വേഷകനേക്കാൾ വലിയ ആക്ടർ വേറെ ഉണ്ടാവില്ലെന്നേ. എന്താന്നറിയാമോ, ഞങ്ങള് വ്യത്യസ്തമായ ഗെറ്റപ്പിലായിരിക്കും കുറ്റവാളികളെ പിടിക്കുന്നത്. താങ്കളെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ സിനിമയിലെ ഒരു കുറ്റാന്വേഷകന്റെ റോളാണ് താങ്കൾ ചെയ്യേണ്ടത്. ഹായ് ബല്ലേ ബല്ലേ, ഹോയ് ബല്ലേ ബല്ലേ. ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാ മതി. അതെ മിസ്റ്റർ ഡയറക്ടർ സാറ്, ഇദ്ദേഹം ഈ ഫണ്ടൂഷ് നഗറിലെ ഏറ്റവും നല്ല ആക്ടറാണ്. എന്റെ മെനു ഞാൻ ഒരു ദിവസം സെറ്റ് ചെയ്ത് വെച്ചാ അതിൽ നിന്ന് മാറ്റം വരുത്താൻ പിന്നെ എനിക്ക് പോലും കഴിയില്ല. കൺട്രോൾ കൺട്രോൾ. അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞു. ഇദ്ദേഹത്തെയും സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്തൊരു അഭിനയമായിരുന്നു. നാളെ കാലത്ത് 10 മണിക്ക് ഹൈവേയിലേക്ക് വരണം. നിങ്ങളാണ് ഞങ്ങളുടെ സിനിമയിലെ ഹീറോ. ഹീറോയോ? അടിച്ചു മോനെ. ഫോട്ടോയിൽ കാണുന്ന ഖൂംഖാർ സിംഗിന്റെ ഐബ്രോസ് ഈ ഡയറക്ടറിന്റെ പോലെയുണ്ട്. ഇനി ഈ ജനങ്ങൾ വേൻ നിറയുന്ന ഗാർഡ്സുമായി അടിപിടിയാവുമ്പോൾ നമ്മൾ രത്നങ്ങളടങ്ങിയ പാഴ്സലും എടുത്ത് ഇവിടെ നിന്ന് അപ്രത്യക്ഷരാകുന്നു.
അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഈ നശിച്ച ദേഷ്യം അടക്കി പിടിച്ചേ പറ്റൂ. ആ ഓക്കെ ഞാൻ ശ്രമിച്ചോളാം. എന്നാ ശരി, ഞാനിപ്പോ നിങ്ങൾക്ക് സീൻ പറഞ്ഞു തരാം. സീനിന്റെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ, എനിക്കതറിയണം. എന്റെ ഹീറോയിൻ ആരാന്നൊന്ന് പറഞ്ഞു തരൂ. താങ്കളുടെ ഹീറോയിൻ ഇപ്പൊ ഇങ്ങ് എത്തുമെന്ന് കരുതുന്നു. എടോ ഒലക്കയുടെ മൂഡ് എന്തെങ്കിലും പറയുന്നുണ്ടോ, അതോ ഇങ്ങനെ ആംഗിൾ നോക്കി നിൽക്കാനാണോ പ്ലാൻ? നിങ്ങൾ വാതിറക്കാതിരുന്ന ഗംഭീരമാണ്, ഇനി വാതിറക്കുമ്പോഴാണെങ്കിലോ അതിഗംഭീരമാണ്. ഫിലിം ഹിറ്റ് ആകും സാറേ, ഹിറ്റ്. എന്നാ പിന്നെ ഞാൻ സീൻ പറഞ്ഞങ്ങ് തരാം. ഇന്ന് ഹീറോയിന്റെ വിവാഹമാണ്. പക്ഷെ വിവാഹത്തിനുള്ള ആഭരണങ്ങൾ കുറെ കള്ളന്മാർ വന്നങ്ങ് കൊണ്ടുപോയി. വഴിക്ക് വെച്ച് ഹീറോയും ഒരു രഹസ്യാന്വേഷകനും ചേർന്ന് അവരുടെ വേൻ അങ്ങ് തടയുന്നു. വേൻ നിർത്തിയാലുടനെ ഹീറോയും ഡിറ്റക്റ്റീവും ചേർന്ന് ഗുണ്ടാ സംഘത്തെ ഇടിച്ചു പിഴിയുന്നു. അപ്പൊ ഇതിൽ എനിക്ക് എന്ത് റോളാണോ ഉള്ളത്? മേഡം, നിങ്ങൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ആ ഗുണ്ടകളെ വെറുതെ വിടരുതെന്ന് ഹീറോയിനും ഡിറ്റക്റ്റീവിനോടും പറയും. അടിക്കൂ, ഇനിയും അടിക്കൂ, അവരെന്റെ കല്യാണം നശിപ്പിച്ചില്ലേ എന്നൊക്കെ പറയണം. അങ്കിൾ, ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എവിടെ? ഞങ്ങൾക്കതൊന്ന് നോക്കണമായിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റ് എങ്ങനെ എഴുതുന്ന അറിയട്ടെ. അത് പിന്നെ ഈ സ്ക്രിപ്റ്റ് ഞങ്ങളുടെ മനസ്സിലാണുള്ളത്. ശരി, എല്ലാവരും വരോ, റിഹേഴ്സൽ തുടങ്ങാം. എന്തോ പന്തികേടുണ്ട്. സിനിമയ്ക്ക് സ്ക്രിപ്റ്റും ഇല്ല, സ്റ്റോറിയും പറയുന്നില്ല. ഇത് ചെക്ക് ചെയ്തേ ഹീറോ പറ്റൂ. ഇവിടുന്ന് വരുന്നതെങ്കിൽ ക്യാമറ അവിടെ തന്നെയാണ് വെക്കേണ്ടത്, മനസ്സിലായോ? ആ? എനിക്ക് ആദ്യമേ സംശയം തോന്നിയിരുന്നു. അങ്കിളെ, ഇത് ഡയറക്ടർ ഒന്നുമല്ല, കുംകാർ സിംഗ് ആണ്. ഇവർ ഉറപ്പായും മോഷ്ടിക്കാൻ വന്നതാ. ഈ ഷൂട്ടിങ്ങിന്റെ പേരും പറഞ്ഞ് വാനും മോഷ്ടിക്കാനാ. എന്ത് വില കൊടുത്തും ഇത് തടഞ്ഞേ പറ്റൂ. ഓ, നിങ്ങൾ പാട്ട് പാടണ്ട, വണ്ടി തടഞ്ഞാ മതി. രണ്ട് കൈകളും സൈഡിലേക്ക് നീട്ടി നിൽക്കണം, വണ്ടി തടയുന്നത് പോലെ, മനസ്സിലായോ? എന്റെ മിമിക്രി ചേട്ടാ, ആക്ടിങ് എന്താ തമാശയാണെന്ന് കരുതിയോ? അയ്യോ, അമ്മാവ ഓലക്കയുടെ മൂട് മര്യാദയ്ക്ക് മരത്തിൽ കയറി ഇരിക്കാൻ അറിയില്ല, പിന്നെ എങ്ങനെയാ ഷൂട്ടിംഗ് ചെയ്യുന്നത്? ഓക്കെ ഒന്നുകൂടെ നോക്കാം. ശരി, നമുക്കെന്നാ നോക്കാം. അതാ വാൻ വരുന്നുണ്ട്. ആക്ഷൻ, ഓക്കെ. ഞാൻ ഓക്കെ. നിർത്ത്, വണ്ടി നിർത്താൻ. അയ്യോ, എന്താടോ ഇത്? ഇവിടെ എന്താ നടക്കുന്നത്? ധാരാടോ, ആരാ വണ്ടി തടഞ്ഞത്? ഇവരെ വിടരുത് സാറന്മാരെ, ഇവരെന്റെ വിവാഹത്തിന്റെ ആഭരണങ്ങൾ മോഷ്ടിച്ചവരാ. വിടരുത്. അടിക്കൂ, അവരെ അടിക്കൂ. കള്ളന്മാരാണ് അവര്, കൊള്ളക്കാരുമാണ് അവര്. വെറുതെ വിടരുത്, അടിക്കൂ. നന്നായി അടിച്ചോളൂ, തെമ്മാടികളെ അടിച്ചോതുക്കൂ. ഇവർക്ക് തക്കതായ ശിക്ഷ നൽകൂ. ഇവരെന്റെ വിവാഹം അലങ്കോലമാക്കി, അവരെ വെറുതെ വിടരുത്. അയ്യോ, ഇവരെന്തിനാ അടിക്കുന്നത്? ഞങ്ങൾ ഇനി അടിക്കാനേ തുടങ്ങിയിട്ടില്ല. ഞങ്ങൾക്കാണിപ്പോ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഡയറക്ടർ സാറേ, ഇതെന്താ ഹീറോനെ അടിക്കണേ? ഡയറക്ടർ സാറേ, എന്നെ നിർത്ത്. ഇതെന്തത്? ഈശ്വരാ, അമ്മേ. എടാ, എന്റെ ഹീറോയെ തന്നെ അടിക്കുന്നോ? നിയമത്തിന്റെ പിടിയിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിൽ നിന്നും ആർക്കും രക്ഷയില്ല. ഇതുവരെ എന്റെ ഇമോഷനല്ലേ കണ്ടുള്ളൂ, ഇനി എന്റെ ആക്ഷൻ കണ്ടോളൂ കൂട്ടുകാരെ. ഇതാ വരുന്നു. മാഡം പോലീസല്ലേ, എന്നിട്ട് അതിനെ കള്ളന്മാർക്ക് കൂട്ടു നിൽക്കുന്നേ? പോലീസ് മാഡം, ദേ ഡയറക്ടറും പ്രൊഡ്യൂസറും രക്ഷപ്പെടാൻ നോക്കുന്നു. അത് ഡയറക്ടർ അല്ല, കുംകാർ സിംഗ് ആണ്. ഷൂട്ടിംഗ് ആന്ന് പറഞ്ഞ് രത്നങ്ങൾ കടത്തുക. എടാ തെമ്മാടികളെ, നിക്കട അവിടെ, ഞാൻ വരാം.
ഞങ്ങളോടൊടുക്കാൻ വന്ന ഉടച്ച കൈ തരും ഞങ്ങള്. ഏത് കൊലകൊമ്പനെ മുട്ടുകുത്തിക്കും ഈ മാമനും പിന്നെ ആനന്ദ്രവനും. ആ, ആ. അയ്യോ! അയ്യോ! എന്റെ മെറ്റൽ ഹാറ്റിന്റെ പവർ കണ്ടോ? ഇത് വെച്ച് ഞാൻ ശത്രുക്കളെ കീഴടക്കും. ആ, പോലീസ് മാഡം, ഇതാ നിങ്ങൾ അന്വേഷിച്ച കുംകാർ സിംഗ്. വെരി താങ്ക്സ് കൊച്ചിയർക്ക. നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാട്ടോ. ഇവർ ഷൂട്ടിംഗ് വാഗ്ദാനം ചെയ്തത് ഞങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയായിരുന്നു. ഇനി ഞാൻ ആരാന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കാം. നിയമത്തിന്റെ പിടിയിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിലിൽ നിന്നും ആർക്കും രക്ഷയില്ല. അയ്യോ! ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാവാ? ആ പെർഫെക്റ്റ് ഓക്കേ.